വയനാട് മുണ്ടക്കൈ ചൂരൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതിന് പകരം ഈ മഹാദുരന്തത്തെ പോലും രാഷ്ട്രീയ ലാഭത്തിനും പണമുണ്ടാക്കാനുമുള്ള മാർഗമായാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കൂട്ടരും കാണുന്നത്. എന്നാൽ അതിജീവനത്തിന്റെ പുതിയ മാതൃക തീർത്ത് സംസ്ഥാന സർക്കാർ ദുരിതബാധിതർക്കായി 178 വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകേണ്ടതില്ലെന്നായിരുന്നു സതീശൻ ഉൾപ്പെടെയുള്ള പല കോൺഗ്രസ് നേതാക്കളുടെയും നിലപാട്. ദുരന്തബാധിതരുടെ പേരിൽ കോൺഗ്രസ് പിരിച്ചത് കോടികൾ. ഈ തുക ഉപയോഗിച്ച് ആർക്കാണ് വീട് നിർമ്മിക്കുന്നതെന്നാണ് ചോദ്യം. പണം പിരിച്ച് 19 മാസമായിട്ടും ഗുണഭോക്താക്കളെ നിശ്ചയിക്കാൻ പോലും കഴിഞ്ഞില്ല. 410 വീടുകളാണ് സർക്കാർ ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്നത്. വീട് വേണ്ടെന്നറിയിച്ച 104 പേർക്ക് 15 ലക്ഷം രൂപ വീതം നൽകി. ചില അപേക്ഷകൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. നിലവിലെ പട്ടികയിലുള്ളവർക്ക് നൽകേണ്ടതിനേക്കാൾ കൂടുതൽ വീടുകൾ സർക്കാർ നിർമ്മിക്കുന്നുമുണ്ട്. 30 വീടുകൾ വാഗ്ദാനം ചെയ്ത യൂത്ത് കോൺഗ്രസും പിരിച്ചു കോടികൾ. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പിരിച്ച പണം എത്ര എന്ന ചോദ്യത്തിന് മറുപടിയില്ലാതെ സതീശനും കൂട്ടരും ഓടി നടക്കുകയാണ്. കണക്ക് നിങ്ങളോട് പറയേണ്ടതുണ്ടോ എന്നാണ് വി.ഡി. സതീശന്റെ ചോദ്യം. നിങ്ങൾക്ക് കണക്കൊന്നും ജനങ്ങളെ കാണിക്കണ്ട, എത്ര രൂപ പിരിച്ചു എന്നെങ്കിലും പറയണ്ടേ? ഈ നാട്ടിലെ ദുരന്തത്തെ ചൂണ്ടിക്കാട്ടി നിങ്ങൾ പിരിച്ച പണത്തിന്റെ കണക്കാണ് ചോദിക്കുന്നത്. അല്ലാതെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിച്ചതിനെ കുറിച്ചല്ല ജനം ചോദിക്കുന്നത്. ദുരിതബാധിതരെ സഹായിക്കാൻ സർക്കാരിന് പണം നൽകരുത്, ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞു പിരിച്ച പണത്തിന്റെ കണക്കാണ് അറിയേണ്ടത്. പിന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങളും പണം നൽകി എന്നാണല്ലോ വി.ഡി. സതീശന്റെ പുതിയ വാദം. ഒട്ടേറെ എംപിമാരും MLA-മാരും പണം നൽകിയിട്ടുണ്ട്. എന്നാൽ അതിൽ കോൺഗ്രസുകാർ വളരെ കുറവാണെന്ന് മാത്രം. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, ടി സിദ്ദീഖ്, PC വിഷ്ണുനാഥ് തുടങ്ങിയ അപൂർവം പേർ ധനസഹായം നൽകിയ പട്ടികയിലുണ്ട്. വയനാട് MP പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നയാ പൈസ പോലും ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകിയില്ല. ഷാഫി പറമ്പിലും ശശി തരൂരും അടൂർ പ്രകാശും കൊടുക്കുന്നിൽ സുരേഷും K സുധാകരൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവരും ദുരിതാശ്വാസ നിധിയോട് സഹകരിച്ചില്ല എന്ന് വേണം പറയാൻ. സാധാരണക്കാർ തങ്ങളുടെ കുടുക്ക പൊട്ടിച്ചും പാവപ്പെട്ടവർ പെൻഷൻ തുക മാറ്റിവെച്ചും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുമ്പോൾ സ്വന്തം MP ഫണ്ട് പോലും നൽകില്ലെന്ന് പറയുന്നത് കോൺഗ്രസിന് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയില്ലായ്മയാണ് വെളിപ്പെടുത്തുന്നത്. നാട് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താനും ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് പ്രചരിപ്പിക്കാനും കോൺഗ്രസ് നേതാക്കൾ മുതിരുന്നത് ദുരന്തബാധിതരോടുള്ള ക്രൂരതയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത 230 വീടുകളിൽ 50 വീടിന്റെ കല്ലിടൽ മേപ്പാടി കുന്നംപറ്റിയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി MP നിർവഹിച്ചു. കാട്ടാന ശല്യം രൂക്ഷമായ 3.25 ഏക്കർ വാങ്ങിയാണ് 50 വീടുകൾക്ക് കല്ലിട്ടത്. 8 സെന്റും 1100 ചതുരശ്ര അടി വീടുമാണ് വാഗ്ദാനം. വാങ്ങിയ ഭൂമിയിൽ 1 ഏക്കർ വീട് നിർമ്മിക്കാൻ കഴിയാത്ത വിധം ചെങ്കുത്താണ്. 7 ഏക്കർ കൂടി വാങ്ങുമെന്നാണ് അവകാശവാദം. ചടങ്ങ് നടക്കുമ്പോൾ സമീപത്ത് ആനപ്പിണ്ടം കണ്ടത് പ്രദേശത്ത് ആശങ്ക സൃഷ്ടിച്ചു. വീട് നിർമ്മാണം വൈകിയതിൽ വിഷമമുണ്ടെന്ന് ഇവിടേക്ക് വരുമ്പോൾ പ്രിയങ്ക പറഞ്ഞതായി രാഹുൽ പ്രസംഗിച്ചു. പരിഭാഷകനായിരുന്ന ഷാഫി പറമ്പിൽ MP ഇത് മനസ്സിലാകാത്ത മട്ടിൽ അഭിനയിച്ചെങ്കിലും രാഹുൽ വീണ്ടും പ്രസംഗിച്ചതോടെ പരിഭാഷപ്പെടുത്തേണ്ടി വന്നു. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തോടുള്ള അതൃപ്തിയാണ് രാഹുൽ പ്രകടിപ്പിച്ചത്. ഇത് കൂടുതൽ പേർ അറിയാതിരിക്കാനായിരുന്നു ഷാഫിയുടെ ശ്രമം. ഇനി കോൺഗ്രസുകാർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എത്ര കുറ്റസമ്മതം നടത്തിയാലും ദുരിതബാധിതരുടെ പേരിൽ കോടികൾ പിരിച്ച ശേഷം നിങ്ങൾ കളിക്കുന്ന ഈ നാടകത്തിന് ജനം മാപ്പ് തരില്ലെന്ന് കാലം വിലയിരുത്തും. കാത്തിരുന്ന് കാണാം.